الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ജവാമിഉൽ കലിമിൽ അറിയിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നമുക്ക് പറഞ്ഞു തന്നു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരു അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം, ഏറ്റവും അടുത്ത് വരുന്ന നേരം, വഹുവ സാജിദ്, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറു അദ്ദുആ, അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ ദുആ ധാരാളമായി നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. ഇമാം മുസ്ലിം തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിനെ സംബന്ധിച്ച് പറഞ്ഞു, വഅമ്മ സുജൂദ് ഫജ്തഹിദു ഫിദ്ദുആ ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും. എന്നാൽ സുജൂദ്, അതിൽ നിങ്ങൾ ദുആ ധാരാളമായി വർദ്ധിപ്പിക്കുവിൻ. നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും യോഗ്യമായ അർഹമായ സമയമാണത്. ഒരടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം, ദുആ ചെയ്യാൻ ഏറ്റവും തരപ്പെട്ട സമയം, അതാണ് സുജൂദിലായിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് അറിയിച്ചു തന്നു. ഇനി മറ്റൊരു ഹദീസ് ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനനിൽ അംർ ഇബ്നു അബസ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത്. അതിൽ അന്നഹു സമിഅ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടു, അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദ്, റബ്ബ് അടിമയുമായി ഏറ്റവും അടുത്ത് വരുന്ന സമയം, റബ്ബ് അടിമയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം, ഫി ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ യാമത്തിലാണ്. രാത്രിയുടെ ഉള്ളിൽ ഏറ്റവും അവസാനത്തെ യാമത്തിലാണ്. فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن. ആ നേരത്ത് നിന്റെ റബ്ബിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്ർ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന ഒരുത്തനായി തീരാൻ നിനക്ക് സാധിച്ചാൽ നീ അങ്ങനെ ചെയ്തോളൂ. ഇത് ഇമാം നസായി അബ്വാബു ദഅവാത്ത് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ദുആകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ദുആ ചെയ്യാൻ ഏറ്റവും തരപ്പെട്ട സമയം രാത്രിയുടെ അന്ത്യയാമത്തിലാണ്. റബ്ബ് അടിമയുമായി ഏറ്റവും അടുത്ത് വരുന്ന സമയം. ആ നേരത്ത് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ആ സമയം
ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ പ്രത്യേകമായ ആ വസ്ഫുകളിൽപ്പെട്ടതാണ് വസല്ലു ബില്ലൈലി വന്നാസു നിയാം. രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കണം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കവേ. ആ നേരത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സനാഉം ദുആഉം ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രിയിൽ തന്റെ വിരിപ്പിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നൊന്നിങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലിന്റെ ഉൾഭാഗത്താണ് അവരുടെ കൈ ചെന്ന് പതിക്കുന്നത്. ആ കാലുകൾ നാട്ടിവെച്ച് നിൽക്കുകയാണ്, അഥവാ സുജൂദിലാണ്. കാലുകൾ നാട്ടിവെച്ച് അദ്ദേഹം സുജൂദിലാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് കേൾക്കുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. സുദീർഘമായി നിസ്കരിച്ച് അതിന്റെ അവസാനത്തെ സുജൂദിലാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക. അല്ലാഹുവേ, നിന്റെ റിദ, നിന്റെ സിഫത്താകുന്ന നിന്റെ തൃപ്തി എന്ന നിന്റെ റിദ എന്ന സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ നിന്റെ തൃപ്തി എന്നുള്ളത്. അത് മുൻനിർത്തി റബ്ബേ ഞാൻ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ സഖതിക്, നിന്റെ കോപത്തിൽ നിന്ന്. വബിമുആഫാതിക മിൻ ഉഖൂബതിക്, നിന്റെ മുആഫാത്തിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ നൽകുന്ന സൗഖ്യവും ആശ്വാസവും മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. മിൻ ഉഖൂബതിക്, നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക മിൻക, നിന്നിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നീയല്ലാതെ മറ്റാരാണുള്ളത്? നിന്റെ അടുക്കൽ നിന്ന് ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നോടല്ലാതെ മറ്റാരോടാണ് എനിക്ക് രക്ഷ ചോദിക്കാനുള്ളത്? നിന്നോട് ഞാൻ തന്നെ രക്ഷ ചോദിച്ചു വരുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക, നിനക്കുള്ള സനാഅകൾ അത് പരിമിതപ്പെടുത്താൻ, ക്ലിപ്തപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. ധാരാളമായി അല്ലാഹ്ക്ക് ഹംദ് ചെയ്തു, തസ്ബീഹ് ചെയ്തു, തഅളീം ചെയ്തു, ദിക്ർ ചെയ്തു. ഇതാണല്ലോ നിസ്കാരത്തിൽ മുഴുക്കെ, റുകൂഇലും സുജൂദിലും ഒക്കെ ധാരാളമായി അല്ലാഹുവിന് സനാഅ് ചെയ്തു. എന്നിട്ട് പറയുന്നു ലാ ഉഹ്സി സനാഅൻ അലൈക, നിനക്കുള്ള സനാഅ് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല, അത്രമേൽ അധികമാണ്. അൻത കമാ അസ്നൈത അലാ നഫ്സിക, അത്രമാത്രം പറയാം. നീ നിന്റെ നഫ്സിനെ സനാഅ് ചെയ്തതെങ്ങനെയോ അപ്രകാരം റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ, രാത്രി നമസ്കാരത്തിൽ സുജൂദിൽ ദുആകൾ വർദ്ധിപ്പിക്കുന്ന സമയമാണ്. രണ്ടും ചേർന്ന് വരുന്ന സമയമാണത്. റബ്ബ് അടിമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം, സുജൂദിൽ അടിമ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം. രണ്ടും ചേർന്ന് വരുന്ന സമയം അതുപോലെ മറ്റൊന്നില്ല. അതുകൊണ്ട് ദുആ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണത്. അംർ ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻഹുവിന്റെ നസായിയുടെ മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമുണ്ട്. നബിയെ, സമയങ്ങളിൽ അങ്ങനെ ചില സമയങ്ങൾ, അങ്ങനെ അടുത്തുള്ളത്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും യോഗ്യമായ സമയമെന്ന് പറയുന്നതുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. റബ്ബ് അടിമയോട് ഏറ്റവും അടുത്ത് വരുന്ന സമയമാണ് ജൗഫുൽ ലൈലിൽ ആഖിർ. ജീവിതത്തിൽ ഏറ്റവും നന്നായി നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി നമുക്ക് ഒരുക്കു കൂട്ടാൻ കഴിയുന്ന, ദുആകൾ ധാരാളമായി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ജൗഫുൽ ലൈലിൽ ആഖിറിൽ സമാഉദ് ദുനിയയിലേക്ക് അവന്റെ നുസൂലുണ്ടാകും. ഒന്നാമത്തെ ആകാശത്തേക്ക് അവൻ ഇറങ്ങി വരും.
എന്നിട്ടവൻ ചോദിക്കും, എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഫഅഉതിയഹു, അവന് ഞാൻ നൽകാം. എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവനുണ്ടോ അവന് ഞാൻ ഇസ്തിഗ്ഫാർ നൽകാം, അവന് ഞാൻ ഗുഫ്റാൻ നൽകാം. റബ്ബ് വളരെ അടുത്ത് നിൽക്കുന്ന സമയം, റബ്ബിനോട് ഒരടിമക്ക് ഏറ്റവും അടുത്ത് നിൽക്കാവുന്ന സുജൂദിന്റെ സമയം, ഈ സമയങ്ങളിലാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്, അള്ളാഹുവിനെ സനാ ചെയ്യാനുള്ളത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുള്ളത്. ഫഇൻ ഇസ്തതഅത, നിനക്ക് കഴിയുമെങ്കിൽ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫി തിൽക അസ്സാഅ ഫകുൻ. ആ നേരത്ത് നിനക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ കഴിയുന്നവനായി തീരാൻ സാധിച്ചാൽ അങ്ങനെ നീ ചെയ്യണം. അതാണ് നീ ചെയ്യേണ്ടത്. فأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا من الهداة المهتدين غير ضالين ولا مضلين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.